CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയമാണ്, BJPയുടെ ഒരു അജണ്ടയിലും വീഴരുതെന്നാണ് ലീഗ് നിലപാടെന്നും PMA സലാം പറഞ്ഞു. ചിറക്കൽപ്പടിയിൽ നിന്നും കാഞ്ഞിരപ്പുഴയിലേക്ക് ഇന്ന് 10 മിനിറ്റ് മാത്രം. മികച്ച റോഡുണ്ടായതിൽ അഭിമാനമുണ്ടെന്ന് MLA K ശാന്തകുമാരി. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വാടിക സ്മിതൻ 2023 തുടക്കമായി. ജനാധിപത്യ കേരളത്തിൽ പ്രതിഷേധം സ്വാഭാവികമാണ്, കള്ളക്കേസ് എടുത്ത് വിരട്ടാമെന്ന് കരുതേണ്ടെന്ന് MLA N ഷംസുദ്ദീൻ. UDF മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ജില്ലാ യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ച് ഡിസംബർ 29 ഷൊർണൂർ മണ്ഡലത്തിലെത്തും. വൈകുന്നേരം കോത്തക്കുറിശ്ശിയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ചെർപ്പുളശ്ശേരി ടൗണിൽ സമാപിക്കും. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ യൂത്ത് മാർച്ച് നടന്നു വരികയാണ്. 22-ാം തീയതി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ കോട്ടോപ്പാടത്തു നിന്ന് ആരംഭിച്ച് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രയാണം നടത്തി 29-ാം തീയതി നാളെ വെള്ളിയാഴ്ച 3 മണിക്ക് ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ കോതകുറിശ്ശിയിൽ നിന്ന് നിയോജക മണ്ഡലം തല യൂത്ത് മാർച്ച് നടക്കുകയാണ്. അങ്ങടി പഞ്ചായത്തിലെ കോതകുറിശ്ശിയിൽ നിന്ന് ആരംഭിച്ച് ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയെ ചെറുപ്പുളശ്ശേരി ടൗണിലാണ് ഈ യൂത്ത് മാർച്ചിൻ്റെ സമാപനം നടക്കുന്നത്. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് യൂത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യൂത്ത് മാർച്ച് ഡിസംബർ 29 വെള്ളിയാഴ്ച ഷൊർണൂർ മണ്ഡലത്തിൽ എത്തിച്ചേരും. വൈകുന്നേരം 3 മണിക്ക് കോതകുറിശ്ശിയിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ചെർപ്പുളശ്ശേരി ടൗണിൽ സമാപിക്കും. ജനദ്രോഹ വിദ്വേഷ നിലപാടിനും കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ ചെർപ്പുളശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ വിദ്വേഷത്തിനെതിരെ എന്ന പ്രമേയം പറയുമ്പോൾ ഞങ്ങളതിൽ ബാബരി മസ്ജിദിൻ്റെ പതനം മുതൽ ഞങ്ങൾ പറഞ്ഞ മുസ്ലിം ലീഗ് പറഞ്ഞ ഒരു വിഷയമാണ്. അതായത് 2 MPമാരുള്ള BJP ആണ് അപകടം എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ട് CPM ആണ് അതിനന്ന് ഏറ്റവും കൂടുതൽ, BJPയേക്കാൾ കൂടുതൽ അതിനെതിർത്തത് CPM ആണ് ഇന്ത്യ രാജ്യത്തന്നെ. അതുകൊണ്ട് ഞങ്ങളെ പ്രമേയം 86 മുതൽ ഉള്ള പ്രമേയമാണ്, വിഷയമാണ് ഈ ജാഥ ഉടനീളം പറയുന്നത്. വിദ്വേഷത്തിനെതിരെ പറയുമ്പോൾ BJPനെ മാത്രമല്ല, വിദ്വേഷപരമായ പ്രസംഗവും പ്രവർത്തനവും നടത്തുന്ന CPMനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളെ ജാഥ. അത് 86 മുതൽ ഉള്ള ചരിത്രം, 10-30 വർഷത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അത് വിശദമായി തെരുവുകളിൽ സംവദിച്ചാണ് ജാഥ കടന്നു പോകുന്നത്. ആ ജാഥയിൽ ഞങ്ങളെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഞങ്ങൾ പറഞ്ഞില്ലേ, 86 മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ് എന്ത്, കോൺഗ്രസ് അല്ല മുഖ്യ ശത്രു, ഈ രാജ്യത്തിനൊരു അപകടം വരുന്നുണ്ട്, ആ അപകടം സൂക്ഷിക്കണമെന്ന് 2 MPമാരും വാജ്പേയിയും അദ്വാനിയുള്ള സമയത്താണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. ഞങ്ങളിന്നും ആ നിലപാടിന്, രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കോൺഗ്രസിനെ കഴിയുള്ളൂ. ഈ പ്രമേയം അതാണ്. അതല്ലാതെ ലീഗിനെ പോലെയാണ് CPMഉം. കേരളത്തിലാണ് വ്യാപകമായിട്ട് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് എല്ലാ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഇവിടെ CPM പറയുമ്പോൾ അതല്ല എന്ന് പറയാൻ തന്നെ ഞങ്ങളുടെ ബാധ്യത. ദേശീയതയിൽ ഞങ്ങളും CPMഉം ഒരേപോലെയാണ്. ഞങ്ങൾക്ക് 2ആണ്, അവർക്കും 2ആണ്. ഞങ്ങൾ പറയുന്ന വിഷയത്തെ എതിർക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അല്ല, ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ പറഞ്ഞത്. ഡിസംബർ 22 മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വെള്ളിയാഴ്ചത്തെ ഷൊർണൂർ മണ്ഡലത്തിലെ സ്വീകരണത്തിന് ശേഷം ശനിയാഴ്ച പട്ടാമ്പി മണ്ഡലത്തിലും തുടർന്ന് തൃത്താല മണ്ഡലത്തിലെ പരിപാടിയോടെ സമാപനമാകും. CCN ചെർപ്പുളശ്ശേരി.
കരിമ്പുഴ കോട്ടപ്പുറം തിരുവിളനാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിരക്കളി നടന്നു. നർത്തകൻ ഡോക്ടർ പുത്തൂർ പ്രമോദ് ദാസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കേരളത്തിൻ്റെ തനത നൃത്തം ആയിട്ട് കണക്കാക്കാം. നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കാർഷിക വൃത്തി, അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികരൊക്കെ ഇന്നത്തെ പോലെ വലിയ വലിയ ട്രെയിനർമാരൊന്നുമില്ലാതെ, ഇന്നിപ്പോൾ ശാസ്ത്രീയ നൃത്തങ്ങൾക്കൊക്കെ വളരെ കോസ്റ്റ്ലി ആയ ട്രെയിനർമാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതൊന്നും അല്ലാതെ സത്യത്തിൽ ഗുരുക്കന്മാർ വേണ്ട, നമുക്ക് പൈതൃകമായിട്ട് പകർന്നു കിട്ടേണ്ട ഒരു കലാരൂപമാണിത്. അമ്മയിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും ഒക്കെ പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ കൈമാറിപ്പോകുന്ന പോലെ തിരുവാതിരക്കളിയുടെ ചുവടുകളും പണ്ടുകാലത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. എപ്പോഴൊക്കെയാണ് അതൊരു അതിനൊക്കെ ഒരു തടസ്സം, ഒരു ചെറിയ ഉപേക്ഷ വന്നത്, പുതിയ തലമുറ പുതിയ രീതികളൊക്കെ. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ MT സുരേഷ് അധ്യക്ഷനായി. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗം A രാജേന്ദ്രൻ, K മുരളീമോഹൻ, KT ശശികുമാർ, KR ദീപ, ഉമാപ്രസാദ്, ധന്യലക്ഷ്മി, P അശോകൻ, കിഴക്കേക്കര പ്രകാശ് എന്നിവർ സംസാരിച്ചു. മെഗാ തിരുവാതിരക്കളിയിൽ 150ഓളം നർത്തകിമാർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ തിരുവാതിര ഊഞ്ഞാലും ഒരുക്കിയിരുന്നു. CCN കടമ്പഴിപ്പുറം പഞ്ചായത്ത് തല മാനത്തോളം ഏകദിന ക്യാമ്പ് പുല്ലുണ്ടശ്ശേരി LP സ്കൂളിൽ സംഘടിപ്പിച്ചു. ക്യാമ്പ് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കൾ സമൂഹത്തിന്, നാടിന് ഇണങ്ങുന്നവരായി, നമുക്കും നാടിനും രക്ഷ നൽകുന്നവരായി മാറുന്ന ഒരു കാലമാണ് മാനത്തോളം സ്വപ്നം കാണുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ അവർക്ക് കൂടി ആസ്വദിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം പഠന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് ലഭ്യമാക്കുക, സാധ്യമാക്കുക എന്നതാണ് മാനത്തോളം എന്ന് ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ മാനത്തോളം ക്യാമ്പിന്റെ ഉദ്ഘാടനം, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ഉദ്ഘാടനം ഏറെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ ക്യാമ്പ് വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് K ശ്രീലത, ഷാജു, വാർഡ് മെമ്പർ രമണി, സവിത, സുരേഷ് ബാബു, ഹെഡ്മിസ്ട്രസ് NK പ്രേമാവതി, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേലു, രവി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തെങ്ങുകയറ്റം, കാടുവെട്ടൽ, ടൈൽ മുറിക്കൽ, ഓലമെടയിൽ, മതിൽ പെയിന്റിംഗ്, പൊയ്ക്കാൽ നടത്തം, നെല്ലുകുത്ത്, അരിച്ചേറൽ, ഏറുമാടം കയറൽ, ചെണ്ടക്കൊട്ടൽ, ഉരുള്, മരിങ്ങോടൻ മലകയറ്റം, കുട്ടികൾക്ക് അച്ചാർ നിർമ്മാണം, ബട്ടൺ പിടിപ്പിക്കൽ, പേപ്പർ ക്രാഫ്റ്റ് തുടങ്ങിയ രസകരമായ അനുഭവങ്ങൾ ക്യാമ്പിൽ ഒരുക്കി. CCN കടമ്പഴിപ്പുറം. ജനാധിപത്യ കേരളത്തിൽ പ്രതിഷേധം സ്വാഭാവികമാണ്. കള്ളക്കേസെടുത്ത് വിരട്ടാമെന്ന് കരുതേണ്ടെന്ന് MLA N ഷംസുദ്ദീൻ. UDF മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ജനാധിപത്യ സംവിധാനങ്ങൾ എവിടെയുണ്ടോ ലോകത്ത് അവിടെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അമേരിക്കൻ നാടുകളിലായാലും വേറെ എവിടെയൊക്കെ ജനാധിപത്യം ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പദവിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ സമൂഹത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിനെതിരെ കള്ളക്കേസ് ചുമത്തി പ്രതിപക്ഷ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് കേരളം മുഴുവനും രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, നവകേരള സദസ് എന്നും പറഞ്ഞ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമാകെ സഞ്ചരിക്കുന്ന ഒരു പരിപാടി അവർ മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷ നേതാവിനെതിരെ കള്ളക്കേസെടുക്കുകയും പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പിണറായി സർക്കാരിനെതിരെ എന്ന പ്രമേയത്തിലാണ് മണ്ണാർക്കാട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് അഷറഫ്, അസീസ് ഭീമനാട്, PR സുരേഷ്, അയ്യപ്പൻ, VV ഷൌക്കത്ത് അലി, റഫീഖ പാറക്കോട്ടിൽ, ബഷീർ തെക്കൻ, V പ്രീത, സജന സത്താർ, PC ബേബി തുടങ്ങിയവരും സംബന്ധിച്ചു. CCN മണ്ണാർക്കാട്. ചിറക്കൽപ്പടിയിൽ നിന്നും കാഞ്ഞിരപ്പുഴയിലേക്ക് ഇന്ന് 10 മിനിറ്റ് മാത്രം. മികച്ച റോഡുണ്ടായതിൽ അഭിമാനമുണ്ടെന്ന് MLA കെ ശാന്തകുമാരി. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വാടിക സ്മിതം 2023 തുടക്കമായി. 10 മിനിറ്റിൽ താഴെ മാത്രം സമയമെടുത്തുകൊണ്ട് ചിറക്കപ്പടിയിൽ നിന്ന് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ ഉദ്യാനത്തിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല മലപ്പുറം, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ നിന്ന് കടന്നു വരുന്ന വിനോദസഞ്ചാരികൾക്ക് നിഷ്പ്രയാസം ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിലേറെ സന്തോഷമാണ് MLA എന്നതിൽ പ്രകടിപ്പിക്കുന്നത്. കാണികളെ ആവേശത്തിലാക്കി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വാടിക സ്മിതം 2023 തുടക്കമായി. MLA കെ ശാന്തകുമാരി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2024 ഓഷ്യാനോറിയം, ഗ്ലാസ് ബ്രിഡ്ജ്, പക്ഷി സങ്കേതം തുടങ്ങിയ ബൃഹത് പദ്ധതികൾ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇനിയും ഓരോന്നായി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഇവിടെ ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടല്ല നിങ്ങൾ വന്നിട്ടുള്ളത്. ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി ഈ ഉദ്യാനത്തിന്റെ ആസ്വദിക്കാൻ വേണ്ടി കടന്നുവന്ന, സ്വയം സന്ധ്യ ധന്യമാക്കാൻ കടന്നുവന്ന പ്രിയപ്പെട്ട മുഴുവൻ വിനോദസഞ്ചാരികളെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാടിക സ്മിതം 2023 എന്ന കലാസാംസ്കാരിക പരിപാടിയുടെ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രോജക്ടിന്റെയും DTPCയുടെയും ആഭിമുഖ്യത്തിൽ ഡിസംബർ 26 മുതൽ 31 വരെയാണ് പരിപാടികൾ നടക്കുന്നത്. വിശിഷ്ടാതിഥിയായി എത്തിയ റിയാലിറ്റി ഷോ താരം ശ്രീഹരി പാട്ടുപെട്ടി ആസ്വാദകരെ കയ്യിലെടുത്തു. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ പൊന്മുടി ഏറ്റി കൊട്ടിക്കേറും താളം, ഇത് ഉള്ളം കുഞ്ഞിക്കുഞ്ഞിഞ്ഞേലെ കാവടി എന്നും നേരം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തരികടി നേരം, ഇത് മാവരമേലെ സൂര്യൻ നിൽക്കും പുലരിക്കതിൽ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്നു നേടി വരുന്നൊരു വള്ളിത്തേരാണ് ഒരു കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ പൊന്മുടി എത്തി കൊട്ടിക്കേറും താളം, ഇത് മുള്ളം കുഞ്ഞിക്കുഞ്ഞിൽ മേലെ കാവടി എന്നും വേണം, ഇന്നക്കരയുള്ളവർ ഇക്കരെ എത്തും തക്കിടി തകിലടി വേണം, ഇത് മാവരമേലെ സൂര്യനിലേക്കും പുലരിക്കതിൽ വെള്ളിത്തേരെ കാടും മലയും പുഴയിൽ കടന്നു നേടി വരുന്നൊരു വള്ളിത്തേരാണ് ഒരു MLA ശ്രീഹരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഇപ്റ്റ നാട്ടരങ്ങ് ആലപ്പുഴ അവതരിപ്പിച്ച പാട്ടുകളിയാട്ടം, നാടൻപാട്ട് അരങ്ങേറി.
കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രദീപ്, ഒ നാരായണൻകുട്ടി, സിദ്ദിഖ് ചേപ്പോടൻ, റജി ജോസ്, ബിജി ടോമി, ജയപ്രകാശ്, ഷാജഹാൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ഡിസംബർ 30-31 തീയതികളിൽ നടക്കുന്ന അൽജാമി ശാന്തപുരം ബിരുദദാന സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈജ്ഞാനിക സാംസ്കാരിക പരിപാടികൾക്ക് സമ്മേളനം വേദിയാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 30-31 തീയതികളിൽ ഈ വരുന്ന ശനി ഞായർ തീയതികളിൽ ശാന്തപുരം അൽജാമിയ ഇസ്ലാമിയ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. സാധാരണ അൽജാമിയ ഇസ്ലാമിയയുടെ ബിരുദദാന സമ്മേളനം അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ പ്രത്യേകത കൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബിരുദദാന സമ്മേളനമാണ്. 139ാമത് സ്ഥാപക ദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ആഘോഷിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ചടങ്ങിൽ പതാക ഉയർത്തുകയും തുടർന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പേരിൽ കോൺഗ്രസ് പിറവിയെടുക്കുക. അന്ന് 885 കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമായിരുന്നു, അതൊരു യാഥാർത്ഥ്യമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, 1000-ലധികം നാട്ടുരാജ്യങ്ങളായി ഛിന്ന ഭിന്നമായി ചിതറിക്കിടന്നിരുന്ന ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെന്ന പോലെ ഒരുമിപ്പിച്ച് നിർത്തിയത് DCC ജനറൽ സെക്രട്ടറി PP ഹംസ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ VSN നമ്പൂതിരി, ജില്ലാ ഭാരവാഹികളായ PM അജീത്, PC വേലായുധൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയമാണ്. BJPയുടെ ഒരു അജണ്ടയിലും വീഴരുതെന്നാണ് ലീഗ് നിലപാടെന്നും PMA സലാം പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടാവും. അത് കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കും. ഞങ്ങളൊരു പങ്കാളികളാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ ഇതൊന്നും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. സത്യത്തിൽ BJPയുടെ ഒരു കെണിയല്ലത്. BJP എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പിലും ഓരോ കെണികൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇത് മാത്രമല്ല, BJPയുടെ നയവും അവർ ജനങ്ങളെ എങ്ങനെയൊക്കെ കുപ്പിയിലാക്കാൻ ശ്രമിക്കുന്നു, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലും വർഗീയ കലാപം ഉണ്ടാക്കലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇതോട് വർഗീയ വികാരങ്ങൾ ചൂഷണം ചെയ്യലാണ് BJPയുടെ നയം. അതാണ് അവർ തുടരുന്നത്. രാജ്യത്തിന്റെ വികസന കാര്യങ്ങളൊന്നും അവർക്ക് പറയാനില്ല, ജനക്ഷേമകരമായ കാര്യങ്ങൾ നമുക്ക് പറയാനില്ല. അതുകൊണ്ട് വർഗീയമായ ജാതീയമായ ധ്രുവീകരണം മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP ചെയ്യാറ്. കെണിയിൽ ചാടരുതെന്ന് കോൺഗ്രസിനോട് സ്നേഹത്തോടെ ലീഗിന് ഉപദേശിക്കാൻ പറ്റില്ല. നമുക്ക് ആലോചിക്കാനും പറയാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ കോൺഗ്രസ്. കോൺഗ്രസ് പോവുകയാണെങ്കിൽ ആ കെണിയിൽ പെട്ടു എന്നാണ്. പോവുകയാണെങ്കിൽ പോയിട്ടില്ലല്ലോ. കോൺഗ്രസ് പലപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതെന്ന് വിമർശനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സമസ്തയുടെ ഔദ്യോഗിക പത്രത്തിലും എഡിറ്റോറിയലടക്കം തരത്തിൽ കൃത്യമായൊരു മറുപടി കൊടുക്കാൻ കഴിയാത്തതിന് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സമാനമായൊരു അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗ് സീസൺ 5ന്റെ ഫൈനൽ മത്സരങ്ങൾ 30 ശനിയാഴ്ച ഇടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. FDM സംഘടിപ്പിക്കുന്ന കിങ്സ് അൽഷിഫ FDM സൂപ്പർ ലീഗ് സീസൺ 5ന്റെ ഫൈനൽ മത്സരം ഡിസംബർ 30 തീയതി ഇടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് മത്സരം ആരംഭിക്കും. അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 18, അണ്ടർ 21 എന്നീ 4 കാറ്റഗറികളിലായിട്ട് ഫൈനൽ മത്സരം നടക്കുകയാണ്. അണ്ടർ 20, അണ്ടർ 18, അണ്ടർ 16, അണ്ടർ 14 എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ് നടക്കുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ആദ്യ ഫൈനൽ മത്സരം നടക്കുന്നത്. ക്വാർട്ടർ ഫൈനൽ മുതലുള്ള മത്സരങ്ങളെല്ലാം നടന്നത് ഇടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിലാണ്. വളർന്നുവരുന്ന കുട്ടി താരങ്ങളിൽ കളി മികവും മത്സര പരിചയവും വർദ്ധിപ്പിക്കുക എന്ന ആശയവുമായാണ് സംഘടന സൂപ്പർ ലീഗ് നടപ്പാക്കി പോരുന്നതെന്ന് ഭാരവാഹികളായ നാസർ അരീക്കോട്, ഹസൻ ജവാദ്, അബ്ദുൽ ഖാലിദ്, ജാഫർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCN
മലപ്പുറം. കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 45 വർഷം മുൻപ് SSLC കഴിഞ്ഞിറങ്ങിയവരുടെ ഒത്തുചേരൽ അവിസ്മരണീയമായി. 1977-78 വർഷത്തെ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത്. 45 വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയതിന്റെ സന്തോഷവും ആശ്ചര്യവും ഓരോരുത്തരിലും പ്രകടമായിരുന്നു. കരിങ്കലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹൈസ്കൂളിലെ 1977-78 SSLC ബാച്ചാണ് 45 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടിയത്. പരസ്പരം പരിചയങ്ങൾ പുതുക്കിയും കളിതമാശകൾ പറഞ്ഞും ഫോട്ടോയെടുത്തും സംഗമം വേറിട്ട അനുഭവമായി. മനസ്സുകളുടെ പ്രണയ കുളിരും ഒരു നാളിലും നല്ലൊരു നേരം. പലരിലും വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയതിന്റെ ആനന്ദവും ആശ്ചര്യവും പ്രകടമായി. മനസ്സുകളുടെ പ്രണയക്കുളിരും ചടങ്ങിൽ 1977-78 കാലത്തെ അധ്യാപകരെ ആദരിച്ചു. വർഷങ്ങൾക്കിപ്പുറം വിദ്യാർത്ഥികൾ നൽകിയ ആദരം മറക്കാനാവാത്തതാണെന്നും അധ്യാപകർ അഭിപ്രായപ്പെട്ടു. എനിക്ക് നിങ്ങളെ ഈ സമൂഹത്തിൽ ഇങ്ങനെ കാണാൻ ഞാൻ എന്ത് സൽപ്രവൃത്തിയാണ് ചെയ്തതെന്ന് എനിക്ക് യാതൊരു വിവരവുമില്ല. എൻ്റെ മരിച്ചുപോയ എൻ്റെ രക്ഷിതാക്കളുടെയോ എൻ്റെ പൂർവികരുടെയോ വലിയ ഒരു കൃപയാണ് ഈ ഞാൻ ഇന്നീ നിലയിൽ ഭൗതികമായിട്ട് ജീവിക്കുന്നതും നിങ്ങളെ പോലെയുള്ള ഈ സമൂഹത്തിൽ സന്തോഷവും സമാധാനവുമായിട്ട് ഇന്നുവരെ ജീവിക്കുന്നതും ദൈവത്തിൻ്റെ വലിയ കൃപ. ഒന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. താഴേക്കോട് ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ പത്തിലത്താണി @78 എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം KK മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. MV രാമൻകുട്ടി വാര്യർ അധ്യക്ഷത വഹിച്ചു. PK ബഷീർ, K അനിൽകുമാർ, PT അബ്ദുറഹ്മാൻ, V അബ്ദുൽ അസീസ്, കോമളവല്ലി, NP അബ്ദുറഹ്മാൻ, CH മുസ്തഫ, P കൃഷ്ണപ്രകാശ്, ഹരിനാരായണൻ, ആദിൽ മഞ്ചൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇത് സലാമി, അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അദ്ദേഹം എനിക്ക് പേരിട്ടുണ്ടായിരുന്നു കെടാവിളക്കല്ല. അപ്പോൾ ആ കെടാവിളക്ക് ഒരിക്കലും മങ്ങരുത് എന്നുള്ളത് എനിക്കും കൂടി ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇവിടെ പങ്കെടുത്തില്ലെങ്കിൽ എൻ്റെ സലാമിനെ കൂടി വിഷമിക്കും എന്ന് എനിക്കും എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഈ യോഗത്തിന് സംഘടനയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അവൻ എന്നെ കെടാവിളക്കാണ് അഭിസംബോധിച്ചിട്ടുള്ളത്. അവൻ്റെ സൗണ്ട് ഞാൻ ഇന്നും ഫോണിൽ തന്നെ കളഞ്ഞിട്ടില്ല. സലാമിൻ്റെ മോനെ കണ്ടപ്പോൾ എനിക്ക് സലാമിന് മുന്നിൽ വന്നിരിക്കുന്നു. ഈ യോഗത്തിലേക്ക് ചേർന്ന് സലാമിന് ഇരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. സലാമിൻ്റെ മകൻ വന്നതിൽ ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം ഇന്ന് വീണ്ടും 1978 ആ ഒരു ദൂഹനത നിറഞ്ഞ കൗമാരകാലത്തിൻ്റെ ഓർമ്മകളും ആയിട്ട് നമ്മളിന്നിവിടെ ഒത്തുചേരുമ്പോൾ അത് ഭാവി കാലത്തിലേക്കുള്ള ഒരു വരവേൽപ്പ് കൂടിയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ 10ാം ക്ലാസ് ഗ്രൂപ്പിന് ഞാൻ ജോയിൻ ചെയ്തതും അതിൽ തുടർന്ന് എനിക്കാവുന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വൈകാരികമായ പല തലങ്ങളുണ്ടാവും. ഈ തലങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് സംവദിക്കാൻ, ആസ്വദിക്കാൻ, ആശംസിക്കാൻ നമ്മുടേതാണ് എന്ന് ഉറപ്പുള്ള, എന്നാൽ അതേസമയം നമ്മുടെ ഇതുവരെ വ്യാപരിച്ച ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടേതല്ലാത്ത കുറേ ഉണ്ടാവുക, അത് പല ഭാഗത്തായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്.
തുടർന്ന് വിവിധ കലാപരിപാടികളും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി കമ്മിറ്റിയും രൂപവൽക്കരിച്ചു. പുലരൊളിയുടെ കസവഴിയണ മലരുകളുടെ രസനടനം മനസ്സുകളുടെ പ്രണയക്കുളിരും പാകുന്നൊരു പെൺമയിലായി മാറാനുള്ളിൽ കൊതിയില്ലേ സഖിയേ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ 30ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം 29-ന് നടക്കും. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ 30ാം വാർഷികാഘോഷമാണ് ജനുവരി മുതൽ ആരംഭിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 4 മുതൽ 6 വരെ സൗജന്യ ശസ്ത്രക്രിയാ പരിശോധനയും OP വിഭാഗവും എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ചകളിൽ സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പുകളും നടക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ ഇവിടെയുണ്ട ആവിർഭാവം വളരെ സഹായിച്ചിട്ടുണ്ട്. അതുമുതൽ ഇപ്പം വയറ്റിനകത്ത് ചെയ്യുന്നത് മുതൽ നമ്മൾ നെഞ്ചിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും നമ്മൾക്ക് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ടുണ്ട്. അതിനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾക്ക് മൗലാന ഹോസ്പിറ്റൽ സജ്ജീകരിക്കുവാനായിട്ട് ഇവിടെയുള്ള മാനേജ്മെൻറ്റിനും സാധിച്ചു. ഇവിടെയുള്ള ഡോക്ടർമാർക്ക് അത് ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട് സാധിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫേക്കും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാണ് ഇവിടെ ആദ്യം ചെയ്തത്. ഇവൻ റീനൽ ട്രാൻസ്പ്ലാന്റ് ആദ്യം ഇവിടെ ചെയ്തു. സർജിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, ആശുപത്രി ഡയറക്ടർ N. അബ്ദുൾ റഷീദ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ KA സീതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF കുറ്റവിചാരണ സദസ്സ് നടന്നു. MM ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയെ ഇരട്ടച്ചക്കൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇരട്ട മുഖമുള്ള പിണറായി വിജയൻ, ഹിറ്റ്ലറുടെയും സ്റ്റാലിന്റെയും മുഖമുള്ള പിണറായി വിജയനാണ് ഈ കേരളം ഭരിക്കുന്ന ഫാസിസ്റ്റായിട്ടുള്ള മുഖ്യമന്ത്രി. ചരിത്രം അങ്ങനെ തന്നെ രേഖപ്പെടുത്തും. മുഖ്യമന്ത്രി ഒരു കാര്യം മറക്കണ്ട, അടുത്ത ഈ 3-4 വർഷം കൊണ്ടൊന്നും കേരളത്തിന്റെ ഭരണം അല്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നില്ല. UDF പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടവരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയവർ എന്ന പ്രയോഗത്തിലൂടെ ഏറ്റവും ക്രൂരനായ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് പിണറായി വിജയനെന്ന് MM ഹസൻ പറഞ്ഞു. ഹെൽമറ്റ് കൊണ്ടടിച്ച് ആ കരികൊടി പൊളിച്ച ആളുകളെ ക്രൂരമായി ആക്രമിച്ച സംഭവം നിങ്ങൾക്കറിയാം. അവിടെ ഞാനതിന്റെ പ്രതിഷേധം പറയുക. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സർക്കാർ പണം, സർക്കാർ സംവിധാനങ്ങളെല്ലാം ദുരുപയോഗപ്പെടുത്തി പൊതുജനങ്ങളിൽ നിന്ന് പണം ഏതാണ്ട് പിടിച്ചു പറിച്ച് പഞ്ചായത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിർബന്ധിത പിരിവ് നടത്തി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്ര എന്തിനാണ് എന്ന് ചോദിക്കാനുള്ള അവകാശം കേരളത്തിലെ പ്രതിപക്ഷത്തിനില്ലേ? പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന UDF-നില്ലേ? UDF-നെ ക്ഷണിച്ചല്ലോ മുഖ്യമന്ത്രി. ആ അവസരത്തിൽ നമ്മളെന്താ പറഞ്ഞത്? ഈ യാത്ര രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഗവൺമെന്റ് ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര നടത്തുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? UDF ചെയർമാൻ C. മുഹമ്മദ് മുസ്തഫ അധ്യക്ഷനായി. BRM ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി. നജീബ് അപ്പോ കോൺഗ്രസ്സുകാരിലും മുസ്ലിം ലീഗുകാരിലും ചില പ്രത്യുന്നത പതികളെല്ലാവരും കൂടി പറഞ്ഞു, ശരിയാണല്ലോ, എന്തിനാ എതിർക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കൂടി ബസ്സിൽ പോയാൽ
നിങ്ങളെന്തിന് കോൺഗ്രസ്, നിങ്ങളെന്തിന് ലീഗ് എതിർക്കണം? ഞങ്ങൾ കാസർഗോഡ് എതിർത്തില്ല. കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിലൂടെ പിണറായി വിജയന്റെ രഥമുണ്ടോ? പിണറായി വിജയന്റെ 1.25 കോടി ബസ്സിൽ മന്ത്രിമാരും പരിവാരങ്ങളും ഒരു രാജാവിനെ പോലെ കടന്നു വന്നു. കോൺഗ്രസോ ലീഗോ ഐക്യജനാധിപത്യ മുന്നണിയെ എതിർത്തിട്ടില്ല, എതിർക്കേണ്ട കാര്യമില്ല. എന്നാൽ കണ്ണൂർ ജില്ലയിലെ മാടാഹിയിൽ പ്രവേശിച്ചപ്പോൾ ആദ്യമായി കരിങ്കൊടി ഉണ്ടായി. സഹോദരികളെ, എന്തുകൊണ്ട് കരിങ്കൊടി? 16 വർഷത്തിന് ശേഷം മാടാഹി കോടതി കോൺഗ്രസ് പിടിച്ചെടുത്തു. 16 കൊല്ലത്തിന് ശേഷം KSUവിന്റെ നീലക്കൊടി ഉയർന്നു. 16 കൊല്ലത്തിന് ശേഷം മാർക്സിസ്റ്റ് മടയായ മാടാഹിയിൽ KSUവിന്റെ കൊടി ഉയർന്നപ്പോ ആ KSUവിന്റെ കുട്ടികൾ, യൂണിയന്റെ ഭാരവാഹികൾ, ജയിച്ചു വന്ന കുട്ടികൾ ആ തെരുവിലൂടെ, ഈ ജാഥ ബസ് കടന്നു പോകുന്ന വഴിയിലൂടെ അവർ വീട്ടിൽ പോകാൻ വേണ്ടി 5-6 പേർ ഒരുമിച്ച് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കാന്തപുരം MLA, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി, മണ്ഡലം UDF കൺവീനർ അഡ്വക്കേറ്റ് S. അബ്ദുസലാം, കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ്, RSP മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് AK ഷിബു, KPCC സെക്രട്ടറി V. ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയമാണ്, BJPയുടെ ഒരു അജണ്ടയിലും വീഴരുതെന്നാണ് ലീഗ് നിലപാടെന്നും PMA സലാം പറഞ്ഞു. ചിറക്കൽപ്പടിയിൽ നിന്നും കാഞ്ഞിരപ്പുഴയിലേക്ക് ഇന്ന് 10 മിനിറ്റ് മാത്രം. മികച്ച റോഡുണ്ടായതിൽ അഭിമാനമുണ്ടെന്ന് MLA K. ശാന്തകുമാരി. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വാടിക സ്മിതൻ 2023 തുടക്കമായി. ജനാധിപത്യ കേരളത്തിൽ പ്രതിഷേധം സ്വാഭാവികമാണ്, കള്ളക്കേസ് എടുത്ത് വിരട്ടാമെന്ന് കരുതേണ്ടെന്ന് MLA N. ഷംസുദ്ദീൻ. UDF മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. മദർ കെയർ ഹോസ്പിറ്റൽ, providing care with kindness.